കവരത്തി തന്നെയാണ്. നല്ല ക്ഷീണമുള്ളൊരു ദിവസം വൈകുന്നേരം സാദിഖിൻ്റെ വീട്ടിലിരിക്കുകയായിരുന്നു. നോമ്പ് തുറക്കാൻ ഇനി 10 മിനിറ്റ് പോലും ബാക്കിയില്ല. അപ്പോഴാണ് സാദിഖ് ധൃതിയിൽ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും സാദിഖും കൂടി അവൻ്റെ ബൈക്കിൽ പുറപ്പെട്ടു. എവിടെയെന്ന് പറഞ്ഞില്ലേ? ആണോ? അവനാ ആയിരിക്കുന്നേരാ? ഇവിടുത്തെ ഒരു സ്പോട്ടിന് ഒരു പേരില്ലേ? ഇതോ? ഇതിനങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള ബീച്ചായിരുന്നു. അപ്പൊ അല്ല അങ്ങനെ ഇപ്പൊ പറയാമോ? ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് പറയുമ്പോ അവരെങ്ങനെയാ പറഞ്ഞത്? എന്റെ വീടിന്റെ അടുത്തുള്ള ബീച്ച്. ഇതിന്റെ ബാക്കിലിട്ട് കാണോ, കുറച്ച് അപ്പുറത്തേക്ക് തന്നെയാണ് സാദിഖിന്റെ വീട്. നമ്മുടെ വീടിന്റെ 6 എന്ന് പറയും. വീടിന്റെ 6? അതെന്താ 6? 6 എന്ന് വെച്ചാല് ഈ തീരപ്രദേശല്ലേ ബീച്ച്, അതിന് 6 എന്നാ പറയാ. ആണോ? പെട്ടെന്നാണ് ഇപ്പൊ നോമ്പ് തുറക്കാൻ 5 മിനിറ്റ് ആയ സമയത്ത് സാദിഖ് വന്നിട്ട് ഓടി വാ ഒരു പരിപാടി ഉണ്ടായിട്ട് വിളിച്ചു. വന്നപ്പോ കൊറേ താത്തമാരുണ്ട്. അസ്സലാമു അലൈക്കും. തല കറക്കം, എന്തോ ഒരു വയ്യായ. അല്ല ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ വന്നപ്പോഴേ രാത്രി ഉറങ്ങുന്നില്ലല്ലോ, അതുകൊണ്ട് സംഭവിച്ചാണ്. ഇവര് നമ്മളെ നോമ്പ് തുറക്കാൻ വിളിച്ചാണ്. ഇരിക്കാം. സാദിഖേ, ഇവരൊരു സ്പെഷ്യൽ ടീമാണല്ലോ. പന്തൽ ടീമാണ് കേട്ടോ. ഇവര് ചില്ലറക്കാരല്ല കേട്ടോ, ഇവര് ശരിക്കും കവരത്തിയിലെ പെൺപുലികളാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കഥ പിന്നെ പറയാം. നോമ്പ് തുറക്കാം. ശരിക്കും നിങ്ങൾ എത്ര ആളാണ്? ഗ്രൂപ്പിൽ 12 പേരുണ്ട്. ഇവിടെ ഇപ്പൊ എല്ലാവരും ഇല്ലല്ലേ? അവർക്കൊക്കെ വേറെ പരിപാടി ഉണ്ടോ? ഹോട്ടലിൽ 9 പേരാ. അപ്പൊ ഈ 12 പേരുടെ ഗ്രൂപ്പ് എന്താ? എന്താണ്? ദീപിശ്രീ. ഈ നാട്ടിലെ കേരളത്തിലെ കുടുംബശ്രീ പോലത്തെ അതിന്റെ അതാണല്ലേ സംഭവം അല്ലേ? ദീപിശ്രീ കുടുംബശ്രീ പോലെ കേരളത്തിലെ ദീപിശ്രീ. ഓ അതിന് 12 അംഗങ്ങളാണ്. ഹോട്ടലിൽ നടന്നത് 9 പേരാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണോ? ഇതെന്താ ഇത്? ഇലട. ഫൂക്കത്ത്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണണം എന്നാണ് പറഞ്ഞു കേട്ടോ, പക്ഷെ എനിക്കിന്ന് പോകാൻ പറ്റില്ല. ഫൂക്കത്ത് അല്ലേ? അയ്യോ, ഓക്കെ. ഇലയട ഞങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന ഇലയട ഏകദേശം അതുപോലെ തന്നെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇത് എന്ത് ഇലയാണോ? വാഴന്റെ ഇലയാണോ? കാണ്ടലങ്ങ. ഞാൻ കേട്ടിട്ടില്ല. പേര് പറയും. ഫീര ലഡു. ഫീര ലഡു പറയുമ്പോ പീരാണ്. ഫീരാന്ന് പറയുന്നത് തേങ്ങാപ്പീരന്റെ ലഡു ആണ് കേട്ടോ. തേങ്ങാപ്പീരന്റെ ലഡു. പിന്നെ ഇത് സമൂസ. പപ്സോ? അതേതാ പപ്സ്? മുട്ടയാണോ? റെഡിയായല്ലേ? ഓക്കെ, മുട്ട പപ്സ് ഉണ്ട്. പിന്നെ എന്താ? സാൻഡ്വിച്ച് ആണോ? പഴംപൊരി, തണ്ണിമത്തൻ, മാങ്ങയാണോ? മാങ്ങ. ഇത് കട്ട് ഫ്രൂട്ട്സ്. ഇതൊക്കെയാണ് കേട്ടോ നോമ്പുകാർക്ക് സെറ്റ് ആക്കിയിട്ടുള്ളത്. ചുടല വെട്ടാൻ നീ എക്സ്പെർട്ടാ? കുടിക്കാനും എന്താ പറഞ്ഞ? ചുളലില്ലാത്ത നോമ്പുതറ എനിക്ക് ആ വാക്ക് മനസ്സിലായില്ല. ചുളലില്ലാത്ത നോമ്പുതറ വേരിപ്പന്നിന് കഴിവില്ല. അതാണ് ഇളനീരില്ലാത്ത നോമ്പുതറ ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നാ പറയണ കേട്ടോ. എനിക്ക് ആദ്യം പറഞ്ഞപ്പോ മനസ്സിലായില്ല. ചുളല ഇല്ലാത്ത നോമ്പുതറ. അതെ. മീനും തേങ്ങയാണല്ലോ. അങ്ങനെ. भाई आओ भाई इफ्तार आओ पानी थोड़ा फ्रूट्स खाएगा. ഒരു ഹിന്ദിക്കാര് അവരെന്തെങ്കിലും ജോലിക്ക് വന്ന ആൾക്കാരായിരിക്കും ഇവിടെ. ടൂറിസ്റ്റുകളാ? ഓക്കെ. ഞാൻ കഴിച്ചോക്കെ എല്ലാം കഴിക്കും. അതാണ് നിങ്ങക്ക് പായില്ലല്ലോ. ഫൂക്കുത്താണ്. നിങ്ങക്ക് എന്താ പാ ഉപയോഗിച്ച? എല്ലാതും അല്ലേ? ഒരു വാക്കിലും പായില്ല. പായാന്ന് പറയാം നിങ്ങള്.
പായ ഫായാണ് പറയാ പറയാ പോവുക ഫോക എല്ലാം ഫായാണ് ഫാലുണ്ടോ പപ്പടം പപ്പടം അത് പപ്പടം പപ്പടോ എന്നാലും പാ പറയില്ല അത് കൊള്ളാം. നിങ്ങളുടെ ഹോട്ടലിൽ എന്തൊക്കെ ഫുഡാ ഉണ്ടാവുക? നാടൻ ഫുഡെല്ലാം ഉണ്ടാവും. നാടൻ ഫുഡെല്ലാം ഉണ്ടാവും ആണല്ലേ. ഇട്ടുവന്തൊക്കെ എന്നും ഉണ്ടാവും. ആണോ? ആ അപ്പൽ റോസ്റ്റ് ഉണ്ടാകാറുണ്ടല്ലേ. പെരുന്നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ. ഇവിടെ ടൂറിസ്റ്റുകളാണോ അതോ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരാണോ കസ്റ്റമർ? ടൂറിസ്റ്റുകളും വരുമോ? ഓക്കെ ഓക്കെ. നമുക്ക് ഇവരുടെ റെസ്റ്റോറൻ്റ് ഒന്ന് കാണണം. ഓ തീർച്ചയായിട്ടും അല്ലേ? കാണേണ്ടതെല്ലാം കാണണം. ആണല്ലേ? സാധിക്കുന്ന അപ്പല ഇഷ്ടമല്ലേ? അപ്പലൊക്കെ എന്നും കിട്ടും, അതിന് എല്ലാ ദിവസവും കിട്ടും. വേറെ ആൾക്കാർ വിളിച്ചു ചോദിച്ചാൽ കൊണ്ടുതരും അല്ലേ? അപ്പലെന്ന് പറഞ്ഞാൽ ഞാൻ നീരാളിയാണ് കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കാണുന്നവർക്ക്. നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ. ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. സമൂസ കഴിച്ചു, എല്ലാ സാധനവും കഴിച്ചിട്ടോ. ഞാൻ പറയായിരുന്നു വിളിച്ചതിനൊരു വലിയ നന്ദി ഉണ്ട് എന്ന് പറയായിരുന്നു. കാരണം ഇങ്ങനത്തെ അനുഭവം വേറെ എവിടെയും നമുക്ക് കിട്ടൂല. വെള്ളമുണ്ട ഫീല ലഡു അതൊക്കെ എനിക്കറിയാം, പേരൊക്കെ എനിക്കറിയാം. സംഭവം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ പന്തൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇവരൊരു പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സ്പെഷ്യൽ പത്തിരി. അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷെ എനിക്കിന്ന് ഭയങ്കര തലകറക്കമൊക്കെ. അപ്പോൾ സാദിഖിൻ്റെ വീട്ടിൽ അവിടെ കിടന്നുറങ്ങായിരുന്നു. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സാദിഖ് വിളിച്ചിട്ട് ഒരു ടീം നോമ്പ് തുറക്കാൻ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു. പക്ഷേ അപ്പോൾ എനിക്ക് നിങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. അവൻ്റെ പിന്നാലെ ഓടി വന്ന് അടിപൊളിയായിരുന്നു. അപ്പോൾ പ്രസിഡന്റ് എന്തേ വൈകി? പുതിയ പ്രസിഡന്റ് മാറി. കഴിഞ്ഞ പ്രസിഡന്റ്. ഓക്കെ ഓക്കെ. നോമ്പ് തുറക്കാൻ പൊതുവെ ഈ ഭാഗത്ത് നോമ്പ് തുറ കുറവാണ്. ശരിക്കും ആ തെക്ക് ഭാഗത്തില്ലേ, ആ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് ലാസ്റ്റ് 10 ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ നോമ്പ് തുറക്കാൻ വേണ്ടി ആ ഭാഗത്ത് വരും. നോമ്പ് തീരാറാവുന്നോരോ ആൾക്കാർ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബീച്ചിലേക്ക് വന്നു തുടങ്ങും അല്ലേ നോമ്പ് തുറക്കാന്. ഇവര് സംഭവം പറഞ്ഞ ഇവിടുത്തെ വിപ്ലവകാരികളാണ്, വൈറലായ ആൾക്കാരെ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് രാവിലെ, അതായത് രാവിലെ ഒരു 6 മണിക്കുള്ള വെസലിന് സാദിഖ് പോയി കേട്ടോ. സാദിഖ് എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു. അവർക്ക് അങ്ങനെ ചില ഹരങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. പറഞ്ഞാൽ കോമഡിയാണ്. അതായത് ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇവർക്ക് മിനിമം ഒരു 15,000 മുതൽ 20,000 രൂപ വരെ ചിലവാകും. അപ്പോൾ എല്ലാ സിനിമക്കൊന്നും പോവില്ല, ഇങ്ങനെയുള്ള ഭയങ്കര ഹൈപ്പ് വരുന്ന സിനിമക്കൊക്കെ അവർ പോകും. അവർക്ക് ഇവിടെ സിനിമ തിയേറ്ററൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൊച്ചിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു FDFS. അപ്പോൾ ദാ ഇന്ന് പുലർച്ചെ പുറപ്പെട്ടു. അപ്പോൾ എന്തായാലും സാദിഖ് പോയപ്പോൾ ഞാൻ എൻ്റെ വേറെ ഇവിടെ ഒരു സുഹൃത്തിനെ കിട്ടി, ഒരു ഷുക്കൂർ. അദ്ദേഹം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വേണമെങ്കിൽ താമസിക്കാം, വീടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി ഇവിടെ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതെ, ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ സാദിഖ് പോയതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം. ലക്ഷദ്വീപിൽ വന്നിട്ട് കൃഷി ചെയ്യുന്ന ആളാണ്. എന്താണ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഷുക്കൂർ. എൻ്റെ പേര് ഷുക്കൂർ. ഞാൻ എന്നെ തന്നെ KT ഷുക്കൂർ എന്ന് വിളിക്കും. ഇനീഷ്യലാണ്. പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. ഏതാ കമ്പനി എന്ന് പറഞ്ഞാൽ? ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്. ഇപ്പോൾ എത്ര കാലം ഇവിടെ? ഇവിടെ 2 കൊല്ലമായി. 2 കൊല്ലമായിട്ട് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ലക്ഷദ്വീപിൽ ജീവിച്ചപ്പോഴുള്ള അനുഭവം എന്താണെന്ന് ഞാൻ പിന്നെ ചോദിക്കാം. അത് നമുക്കൊന്ന് സംസാരിക്കണം. ഇപ്പൊ നിലവിൽ എന്താ പരിപാടി? ഇപ്പൊ ചീര ഇത് പിന്നെ നമുക്ക് കിട്ടുന്നില്ല, എന്തായാലും പുഴുക്കള തിന്ന് പോവാം. അപ്പൊ കുറച്ച് പെട്ടെന്ന് നല്ലത് നോക്കിയിട്ടേ. ഇവിടെ പൊതുവെ ആൾക്കാർ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്നത് കുറവാണ്, വളരെ കുറഞ്ഞു. മറ്റു ഐലൻഡുകളൊക്കെ എനിക്ക് അറിയില്ല. പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അധികം ഇല്ല. ഇവിടെ കപ്പൽ വരാൻ കാത്തിക്കുക എന്താണ്. പിന്നെ അത് ഭയങ്കര റേറ്റ് ആയിരിക്കും, കാരണം ഒരുപാട് കേടൊന്നും പോവുകയും ചെയ്യല്ലോ. അപ്പം വില കൂടുതലുണ്ട്, ഇരട്ടിയിലധികമൊക്കെ ആയിരിക്കും നാട്ടിനേക്കാളും. മറ്റു സാധനങ്ങൾക്കൊക്കെ സീരിയൽസ് അങ്ങനത്തെ ഒരു 15-20% കൂടും. പച്ചക്കറി ഇരട്ടിയോ അതിലധികം. അതെ അല്ലേ? ഞാനേ വത്തക്ക വാങ്ങിയപ്പോ മനസ്സിലായി. നല്ല വില, 65 റുപ്യ കിലോക്കൊക്കെ. നാട്ടില് സാധാരണ വത്തക്ക 18 റുപ്യ ഉള്ളൂ. ഈ ചില മഞ്ഞ കളറുള്ള അതിനൊക്കെ 30-35 ഒക്കെ ഉണ്ട്.
എന്നാലും അതിന്റെ ഇരട്ടയല്ലോ. ഇപ്പൊ ഞാൻ മിഞ്ഞാന്ന് വാങ്ങിച്ചു കേട്ടോ, കത്തിങ്ങൾ വെച്ചപ്പോ ആ കീറിലൂടെ ടയറാണ് പൊട്ടിത്തെറിച്ചു. ഗ്യാസ് കിടന്ന് അത് ഒഴിവാക്കി. കിടന്നിരിക്കുന്നു ഉള്ളില് ഗ്യാസ് പൊട്ടിത്തെറിച്ചിട്ട്. അപ്പൊ അതെനിക്കാണ് പണി കിട്ടിയത്. പക്ഷെ വ്യാപാരികൾക്ക് എത്ര പണി കിട്ടും? അപ്പൊ അതിന്റെ റേറ്റ് കൂടി കൂട്ടി വാങ്ങും. അങ്ങനെയുണ്ട്. അപ്പോൾ അന്നേ മുതൽ ഇവിടെ ഇങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ? വന്ന മുതൽ ഞാൻ കുറേശ്ശെ ചെയ്യും. ഇതൊരു രസമാണല്ലോ. ഫാമിലി ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? ഫാമിലി ഉണ്ട്. അവരിപ്പോ വെക്കേഷനിൽ നാട്ടിൽ പോയിരിക്കും. ഓക്കെ. ഉമ്മ ഉണ്ടായിരുന്നു. ഉമ്മ കുറച്ചു കാലമൊക്കെ നിന്ന് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഈ പച്ചക്കറിയുടെ ഒക്കെ വിഷയത്തിലൊക്കെ സാധനം കിട്ടായിക. ഇടക്ക് വരും, ഒരു വർഷത്തിലൊക്കെ ഒരിക്കലൊക്കെ വന്നിട്ട് പോലെ. ഞാൻ എന്നാ പോയിട്ട് വരാം. വൈകിട്ട് വരാം. അപ്പൊ നോമ്പുറക്ക് ഉടനെ വരാം. ഞാൻ ഉണ്ടാക്കണ്ട. ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പോവാം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ കണ്ടില്ല നമ്മുടെ ഇത്തമാര് 12 പേരുടെ ഒരു ഗ്രൂപ്പാണ് അവര്, ദ്വീപ് ശ്രീ. പക്ഷെ അതിൽ 9 പേര് കൂടിയിട്ടാണ് ആ പന്തൽ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവരവിടെ 1-2 സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്, അത് കാണണം. പിന്നെ അവരെ കഥയൊന്ന് കാണണം. സാദിഖിൻ്റെ വണ്ടി തന്നിട്ടാണ് പോയിട്ടില്ല കേട്ടോ, ഹീറോ ഹോണ്ട. ഞാൻ ദ്വീപിൽ കുറേ കറങ്ങിയ വണ്ടിയാണ്. ഇതിനകത്ത് ഇപ്പോൾ ബ്രേക്കൊന്നുമില്ല, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോക്കാണ് പോണത്. പോയേക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, നമുക്കിവിടെ പകൽ സമയങ്ങളിൽ ഈ റോട്ടിക്കൂടൊന്നും അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. ഈ നോമ്പിന് മിക്കവാറൊക്കെ എല്ലാവരും റെസ്റ്റ് എടുക്കുകയൊക്കെ ആയിരിക്കും, വീടുകളുടെ അകത്തായിരിക്കും. നല്ല ചൂടുമാണല്ലോ. ഇനി നോമ്പുതറൊക്കെ കഴിഞ്ഞിട്ട് തറാവീഹ് നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിക്കാണ് ആക്റ്റീവ് ആവുക. പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. ഞാൻ ഇതുവരെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ രാത്രി ഒന്ന് ഫുള്ളായിട്ട് ഇറങ്ങി നടക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ എങ്ങനെയാണ് റമദാൻ കാലത്തെ രാത്രികൾ എന്ന് കേട്ടോ. ഇപ്പം നമുക്ക് നേരെ പോവാം. അവർ തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് പന്തൽ റെസ്റ്റോറൻറ്റിൽ. നമ്മളങ്ങനെ ഇവരുടെ റെസ്റ്റോറൻറ്റ് അടുത്തെത്തിട്ടോ. ഇവിടെ കണ്ടോ, ഈ കാണുന്ന കടകളെല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതൊക്കെ ഈ ഉച്ചക്ക് എന്തായാലും ഇവിടെ ഒരു ഉറങ്ങിയൊരവസ്ഥയായിരിക്കും. അധികം കടകളൊന്നും തുറക്കുന്നില്ല. കണ്ടോ, അവിടെ ഒന്നും കടകളൊന്നുമില്ല. ഇതാണ് ഇവരുടെ ബോർഡ്, പന്തൽ റെസ്റ്റോറൻറ്റ്. നല്ല ഭംഗിയില്ലേ? ഇവിടെ അകത്താണ് കേട്ടോ. എന്താണ് പരിപാടി നമുക്ക് പോയി നോക്കാം. ആക്ച്വലി നോമ്പിന് റെസ്റ്റോറൻറ്റ് വർക്കിംഗ് അല്ല, അവർക്കുള്ള ചില ഓർഡറുകൾ അനുസരിച്ചിട്ട് അവർ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പന്തൽ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ദ്വീപിലെ കുറച്ച് സ്ത്രീകൾ മാത്രം നടത്തുന്ന കുറച്ച് സ്പെഷ്യൽ സ്ത്രീകളാണ് അവർ നടത്തുന്ന റെസ്റ്റോറൻറ്റാണ്. ഇത് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. സംഗതി നല്ല രസമുണ്ട്. നമ്മുടെ ഈ ഗോവയിലൊക്കെ കാണൂലേ, ബീച്ചിലുണ്ടാവുന്ന റെസ്റ്റോറൻറ്റ്സ്, അതിൻ്റെ ഒരു ലുക്കിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ പന്തൽ, മാഷാ അല്ലാ. ഇവിടെ ഇരുന്ന് കഴിക്കുന്നത്, താഴേക്ക് ഫുൾ മണലാണ്. പന്തൽ റെസ്റ്റോറൻറ്റ്. ഇവരുടെ കിച്ചണിലേക്ക് പോവാം നമുക്ക്. അസ്സലാമു അലൈക്കും. പണികൾ നടക്കുന്നുണ്ട്. ആരൊക്കെ വന്ന്? 3 പേരുള്ളൂ. പള്ളിയിൽ പോയോ? പള്ളിയിലേക്കല്ല, നിസ്കരിക്കാൻ പോയില്ലേ? നിങ്ങൾ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അല്ല, ഇനി അവരൊക്കെ വരുമോ? എല്ലാവരെയും കാണാൻ 9 ആളെ കാണാൻ മാർഗമുണ്ടോ? 4 പേരെന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? എന്താ ചിരിക്കുന്നത്? നിങ്ങളുടെ പേരെന്താ? ഹലീമ. നസീമേ? അതെന്താ 2 പേര്? അതെന്താ 2 പേര്? നാട്ടിൽ വേറെ ഒന്ന് വിളിക്കും. സ്കൂളിൽ അങ്ങനെ. നസീമി ഹലീമില്ലേ? സംഭവം എന്താണെന്നറിയോ, ഇവിടെ ഒരു പത്തിരി ഉണ്ട് കേട്ടോ. അതായത് ഞാനിവിടെ വന്നിട്ട് കുറേ പ്രാവശ്യം നോമ്പ് തുറക്ക് കഴിച്ചു. അന്ന് വന്നപ്പോൾ നോമ്പ് തുറ അല്ലാത്ത സമയത്തും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇവർ ഉണ്ടാക്കുന്ന ഇവരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പത്തിരി. നൈസ് പത്തിരി എന്നാണ് പറയാം, പക്ഷേ നമ്മുടെ നാട്ടിലെ നൈസ് പത്തിരിയുമായിട്ട് യാതൊരു ബന്ധമല്ല കേട്ടോ, തികച്ചും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ ഇവിടെ 4 പേരേ ഉള്ളൂ. നിങ്ങളുടെ പേര് പറയും, പരിചയപ്പെടുത്തി. ഹസീന. ഇതാൻ്റെ പേര്? ഷാമില. ഓക്കെ. ഈ മാവല്ലല്ലോ, ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉണ്ടാക്കുന്നത്? അരി നമ്മളെ വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കുതിർത്തി ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തണം വെള്ളം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മിയിലിട്ട് അരക്കും. അങ്ങനെയാണ്. ഗ്രൈൻഡറിൽ യൂസ് ചെയ്യാം. ഓക്കെ. ഗ്രൈൻഡറിലിട്ട് അരച്ച് പിന്നെ വെള്ളം പോക്കും തുണിയിലിട്ട്. അതും കാണിച്ചു തരണം. ഇത് അമ്മിയിലിട്ട് അരക്കുമ്പോ കുറെ കൂടി ലൂസായിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മളിത് തുണിയിൽ ഇട്ടിട്ട് അരി ഇങ്ങനെ തുണിയിലിട്ടിട്ട് വെള്ളം തോർത്തി എടുത്തിട്ട് അങ്ങനെ ഇതുണ്ടാക്കിയെടുക്കും. അതിനകത്തുള്ള മുഴുവൻ വെള്ളം എടുക്കും അല്ലേ? എന്നിട്ട് ഇങ്ങനെ ആവും അല്ലേ? അതിനുശേഷം അത് ഇങ്ങനെ ഉരുട്ടും. ഞങ്ങള് അവിടെ നാട്ടിലുള്ള നൈസ് പത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊടിയാണ്.
അരി പൊടിച്ചിട്ട് അത് ഇങ്ങനെ കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഞങ്ങള് ചിലപ്പോ ഞങ്ങളും അരി പൊടി ഇതിൽ ഇട്ട് കുളച്ചെടുക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. തുണിയിലിട്ടില്ലെങ്കിൽ കുളച്ചെടുക്കും. അങ്ങനെ ചെയ്യും. അങ്ങനെയും ചെയ്യും. പക്ഷെ അതിനേക്കാളും ടേസ്റ്റ് വെള്ളം ഇങ്ങനെ ഇത് ചെയ്യുന്നതാണല്ലേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ഓക്കെ. എന്നിട്ട് പിന്നെ അതിങ്ങനെ ഉരുട്ടിയെടുത്തു. അതിനുശേഷം ഇത് പരത്തുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, ഒരു ഇല ഉണ്ട്. ഇത് എന്ത് ഇലയാണ്? പാട്ടിയില. പാട്ടി. 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 ഓക്കെ. ഇതാണ് ആദ്യം ഒരു ട്രാൻസ്പാരന്റ് ഒരു കവർ, പ്ലാസ്റ്റിക്കിന്റെ ഒരു കവർ വെക്കുന്നു അല്ലേ. അതിനുശേഷം ഒരു ഉരുള വെക്കുന്നു. അതിന് മുകളിൽ വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവർ വെക്കുന്നു. എന്താണ് പ്രസ് ചെയ്യുന്നത്? നമ്മൾ ഈ പ്ലാസ്റ്റിക് വെക്കുന്ന പരിപാടി നമുക്കില്ല. നൈസ് പത്തിരി ഇങ്ങനെ മെഷീനിൽ തന്നെ പ്രസ് ചെയ്യാം, പക്ഷെ പ്ലാസ്റ്റിക് വെക്കൂല. ഡയറക്റ്റ്. ആ ഓ അങ്ങനെ ഉണ്ടല്ലേ. ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു ഇല വെക്കും അല്ലേ. ആ ഓക്കെ. എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം ആ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് അവിടെ വീണ്ടും ഒരു ഇലയും കൂടി വെക്കും. അത് ഡയറക്റ്റ് ചട്ടിയിലിട്ട് വേവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. കണ്ടോ. അപ്പോൾ ഇനി അങ്ങനെയാണത് ചട്ടിയിലിട്ടിട്ട് ചുട്ടെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാ ഇവർ രണ്ടുപേരും ഇവിടെ ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എന്നിട്ട് കുറച്ചാകുമ്പോൾ അങ്ങോട്ട് ചുട്ടെടുക്കുന്ന സെക്ഷനിലേക്ക് മാറ്റും. ആയ വന്നല്ലോ. നിങ്ങളല്ലേ ഞാൻ ഫോൺ ചെയ്ത് എന്നിട്ട് മിണ്ടാതെ അവിടെ വന്നിരിക്കണു. അല്ല ഇപ്പൊ വന്നിട്ട് ഓരോ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പോ ഓക്കെ ഓക്കെ. ഇതാ ആയ എന്ന് വിളിക്കും. പേരെന്താണ്? റഹ്മ. കൂടുതൽ മൂത്ത ആളാണോ അല്ലേ? ലീഡറാണ്. ലീഡർ അവിടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ തേങ്ങ ചിരവി പാലാക്കണം അല്ലേ. എന്നിട്ട് അത് മുക്കിയെടുക്കണം. അത് നമുക്ക് അപ്പൊ കാണാം. പിന്നെ തയ്ക്കുക. ആ ആ യെസ്. ചുട്ടെടുക്കാനും രണ്ടുപേരുണ്ട് അല്ലേ. നിങ്ങളുടെ പേരെന്താണ്? സൈനബ. സൈനബ. നിങ്ങളാണ് ലീഡർ എന്നാണ് അവരൊക്കെ പറഞ്ഞത്. അങ്ങനെ ലീഡർ ഒന്നുമില്ല, ഇവിടെ എല്ലാരും ഒരുപോലെ. എല്ലാരും ഒരുപോലെ തന്നെയാണ്. പക്ഷേ എല്ലാറ്റിനും അങ്ങനെ ഒരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവരങ്ങനെ ലീഡർ അങ്ങനെ പറയുന്നതല്ലേ. ഓക്കെ. ആ ഈത്താന്റെ പേര് നമ്മൾ ചോദിച്ചു. അപ്പൊ ഇതാ ഇനി ഇവിടെ ഈ ഇലയിൽ അപ്പുറം ഇല വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഈ പത്തിരി ഇരുമ്പിന്റെ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ ചുട്ട് വെന്ത് കഴിയുമ്പോൾ ഇല മാറ്റുകയാണോ ചെയ്യുന്നത്? എണ്ണ എവിടെ പുരട്ടും? ആ ഇലന്റെ മുകളിൽ പുരട്ടും. ആ ഓക്കെ. വാടി കഴിഞ്ഞിട്ട് പുരട്ടും. ആ ഇങ്ങനെ ഇത് പൊള്ളിച്ചിങ്ങനെ. ഓ ആ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ചട്ടിയിൽ ഒട്ടൂലല്ലോ അല്ലേ. അപ്പൊ പിന്നെ ഓ അത് അത് നമ്മളെ പത്തിരി പോലെ തന്നെ ഇങ്ങനെ പൊള്ളിച്ച് വരും അല്ലേ. ഓക്കെ. അപ്പൊ അത് റെഡി അല്ലേ. ഓക്കെ. ഇനി ഈ ഇല വീണ്ടും യൂസ് ചെയ്യോ? ഓ 2 പ്രാവശ്യം 3-4 പ്രാവശ്യം ഉപയോഗിക്കും. ഓ ഓക്കെ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇല എപ്പോഴും കിട്ടില്ലല്ലോ. ആ ശരിയാണ്. ഇതിന് നിങ്ങൾ പത്തിരി തന്നെ വേറെ പേരുണ്ടോ? അമ്മീനി ദ്വീപുകാര പറയും അട എന്ന് പറയും. എല്ലാം ഈ സാധനം തന്നെയാണ്. ഇവിടെ നിങ്ങള് പത്തിരി എന്ന് പറയും. ഓക്കെ ഓക്കെ. ഓരോ നാട്ടുകാർക്ക് ഓരോരോ ഭാഷ. ഇവിടുത്തെ ഇവരുടെ ഒരു ജോലി ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. അല്ല മൊത്തത്തിൽ വളരെ നല്ല രസമുണ്ട് എന്ന് പറയാം ഈ കിച്ചൺ. ഞങ്ങളിപ്പോ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയാലുണ്ടല്ലോ പെട്ടെന്ന് കഴിയും. പണി ജോലി കഴിയും. ഓക്കെ 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 ഓക്കെ. തേങ്ങ ചിരവിയിട്ട് അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. അതുകൊണ്ട് ഒരു പരിപാടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സംഗതി ഇവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതായത് സ്വയം സഹായ സംഘം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്തതാണ്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടെ ഒരു സ്ട്രക്ചറിലായിട്ട് ഇങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതലേ ഇവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊക്കെ. റെസ്റ്റോറൻ്റ് അല്ല, ആക്ച്വലി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കുറച്ച് മുമ്പ്, ഒരു വർഷത്തോളം ആയും തോന്നുന്നുണ്ട്, ഇവർ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം എടുത്തിട്ട് ഇവർ ഒറ്റയ്ക്ക് ഈ സ്ത്രീകൾ കാശ്മീരിലേക്കൊരു ട്രിപ്പ് പോയി.
അപ്പോൾ അത് കേട്ടപ്പോഴാണ് കേട്ടോ ഞാൻ ഇവരൊന്ന് കാണണം, ഇവരുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ അടുത്ത് ചെറിയൊരു വിഷയം ഉണ്ടായി. ഒരു ഉസ്താദ്, ഒരു കുറച്ച് പ്രായമുള്ളൊരു ഉമ്മ കാശ്മീരിലേക്ക് യാത്ര പോയിട്ട് അവിടെ ഇങ്ങനെ ആസ്വദിച്ച് മഞ്ഞിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് അതിനെ എതിർത്തുകൊണ്ടൊരു ഉസ്താദ് പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ട് അത് കുറേ ഒരു ചർച്ച ആയിരുന്നു. ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുസമൂഹം മൊത്തം ഉസ്താദിനെതിരെയാണ് സംസാരിച്ചത്, ആ ഉമ്മാക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചതെന്നുള്ളൊരു പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ഇവരൊരു 9 പേര് സ്ത്രീകൾ മാത്രം കാശ്മീർക്ക് യാത്ര പോയി അങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ചൊരു കഥയാണ് ഇവരുടേത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവരൊന്ന് വിശദമായിട്ട് കാണണമെന്ന് തീരുമാനിച്ചത്. എന്താ ചെയ്യാൻ പോണേ? പാല് മുക്കാൻ പോവാ. ഇത് കഴിക്കുമ്പോഴല്ല പാല് മിക്സ് ചെയ്യുന്നത് അല്ലേ? കഴിക്കുമ്പോഴും ചെയ്യാം, ചെയ്ത് വെച്ചാൽ മതിയല്ലോ. തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. അങ്ങനെ ഓക്കെ. അതായത് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് പഞ്ചസാര ഉണ്ടോ? ഉപ്പോ? തേങ്ങാപ്പാലിൽ ഉപ്പിടും? പിന്നെ ഉപ്പിടാണ്ട് ടേസ്റ്റ് വരുന്നത്. തേങ്ങാപ്പാലില് പഞ്ചസാര അല്ല, ഉപ്പിട്ടിട്ട് ഓരോ പത്തിരി എടുത്തിട്ട് അതിനകത്ത് ഒന്ന് ജസ്റ്റ് സോക്കി ഒന്നിങ്ങനെ മുക്കിയെടുക്കാം അല്ലേ? ഓക്കെ. നല്ല സോഫ്റ്റ് ആയിരിക്കും. അതെല്ലേ? തിന്നാൻ നല്ല ടേസ്റ്റ്. മീൻ കറി അല്ലേ? മീൻ കറിയല്ല, മീൻ എന്താ പറഞ്ഞേ? മീൻ വറ്റിച്ചത്. അതിന് ഞാൻ ഒരു പേര് പറഞ്ഞേ, കൊമ്പരച്ചാക്കി. അത് അക്കത്തിക്കാര് പറയുന്ന കൊമ്പൻ. അതല്ലേ സാധനം? പേര് എനിക്കറിയാം, ഞാൻ ഭാഷയിൽ മീൻ പറ്റിച്ചെന്ന് പറയും. മീൻ പറ്റിച്ചത്, പറ്റിച്ചെടുക്കല്ലേ അത് തീ വെച്ചിട്ട്. സാദിഖിന്റെ വീട്ടിൽ നിന്ന് നോമ്പ് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചപ്പോ ഉമ്മ പറഞ്ഞു മീൻ പറ്റിച്ചാണ്. അല്ല, ഈ പത്തിരിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ മീൻ പറ്റിച്ചാണെന്ന്. വിനാഗിരിയൊക്കെ വീഴ്ത്തി ഉണ്ടാക്കുന്നതാണ്. വിനാഗിരി എന്ന് പറഞ്ഞാൽ ഞങ്ങള് നാടൻ സുർക്ക ഞങ്ങളും പറയും സുർക്ക. സുർക്ക ഇവിടെ ഉണ്ടാക്കണ? ഇല്ല, പൈസക്ക് വാങ്ങിക്കുന്ന മീര കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിനെ പുളിച്ച് ഇവിടുന്ന് ഉണ്ടാക്കുന്നതല്ലേ? തെങ്ങിന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്നതല്ലേ അല്ലേ? ഓക്കെ. ഇത്ത മീര എന്ന് പറഞ്ഞല്ലേ സംഗതി. നമ്മുടെ നാട്ടില് നീര തെങ്ങിന്ന് എടുക്കുന്ന നീര ഉണ്ടല്ലോ, ആ നീര തെങ്ങിന്ന് എടുത്തിട്ട് അത് വെച്ചിട്ട് ഇവർ ഇവിടെ ലോക്കലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന സുർക്കയുണ്ട്. അതായത് വിനാഗിരിയാണ് ഇവർ യൂസ് ചെയ്യുക. അതാണ് പറഞ്ഞത്. മീര എന്ന് പറയാം. നീരല്ല, മീര. മീര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ സ്ത്രീകൾക്ക് ഇടുന്നൊരു പേരാ, പെൺകുട്ടികൾക്ക് ഇടുന്ന പേരാണ് മീര ജാസ്മിൻ. അത് തന്നെ. അതല്ല, ഈ ഇലയുടെ പേരെന്താ പറഞ്ഞേ? പാട്ടീല. ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടുക? നിങ്ങൾ തന്നെ പോയിട്ട് ആണോ? വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ കഴുകിയെടുത്തിട്ട് അങ്ങനെ തൂക്കിയിടും അല്ലേ? ഓക്കെ. മരത്തിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് നന്നായി വൃത്തിയായി കഴുകിയിട്ട് ഇങ്ങനെ തൂക്കിയിടും. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം യൂസ് ചെയ്യും അല്ലേ? പാട്ടിയില. ഇവിടെ അങ്ങനെ ഒരുപാടൊന്നും മരങ്ങളില്ല, വളരെ കുറച്ച് മരങ്ങളല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പൊ കേരളത്തിലുള്ളപ്പോ തെങ്ങാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ എണീറ്റോ? പോവാണോ? ആ പണി കഴിഞ്ഞല്ലേ? അത് മോശം കാര്യമൊന്നുമല്ല, സംസാരിക്കണം, രസല്ലേ? അതെ, സംസാരിക്കാൻ പോലും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. ഉണ്ട്. ചിരിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആൾക്കാർ. ഇതൊക്കെ എവിടുന്നാ പഠിച്ചേ? പഞ്ചായത്ത് മെമ്പറാ. 25 വർഷം മെമ്പറോ? അതാണ് നിങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് 2 തവണ, വില്ലേജ് പഞ്ചായത്ത്, ദ്വീപ് പഞ്ചായത്ത് 2 തവണ. അത് ശരി. അതാണ് നിങ്ങളുടെ സംസാരത്തിന് ഒരു പവർ ഉണ്ട്. നേതാവാക്കി പിടിച്ചത് 2001 ഇത് രൂപം കൊണ്ടു. 2002 പഞ്ചായത്തിൽ വന്നതാണ്. 2001 ഏത് രൂപം കൊണ്ടു? ഞങ്ങളെ സംഘടന രൂപം കൊണ്ടു. ഞങ്ങളെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. 2002 ഞാന് പഞ്ചായത്ത് മെമ്പറായി. അത് ശരി. 2002 തൊട്ട് ഇതുവരെ ഈ പിരിച്ചുവിടുന്ന പട്ടികയിൽ വന്നിട്ട് പിരിച്ചുവിടുന്ന പഞ്ചായത്ത് വരെ ഞാൻ മെമ്പറാണ്. ഇപ്പൊ പഞ്ചായത്ത് പിരിച്ചു വിട്ടൂലേ? അതെന്താ സംഭവം? ഇപ്പൊ ഇവിടെ പഞ്ചായത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ മാത്രം, ഒരു MP മാത്രം കൊണ്ടുവന്നത്. MP മാത്രമേ ഉള്ളൂ. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാരും ഇല്ല. ലാസ്റ്റത്തെ ടേം കഴിഞ്ഞപ്പോ പിന്നെ ഇലക്ഷൻ നടത്തിയില്ല. പിന്നെ നടത്തിയില്ല. 2 വർഷം കഴിഞ്ഞു, ഇതുവരെ നടത്തിയില്ല ഇവിടെ. ഇനി പഞ്ചായത്ത് വേണ്ടെന്നാണോ? വേണം, പഞ്ചായത്ത് വേണം. അല്ല, അവരുടെ നിലപാട് അറിയില്ല. ഇതുവരെ
തെരഞ്ഞെടുപ്പ് വന്നില്ലല്ലോ. വന്നിട്ടില്ലല്ലേ? ഞങ്ങള് പറയുന്നു ആവശ്യപ്പെടുന്നു വരണമെന്ന്. ആ ആ ഞങ്ങള് പറയുന്നത് ഞങ്ങളെ തിരഞ്ഞെടുത്ത ആൾക്കാരെ ഭരിക്കുന്ന ഇതാണ് വേണ്ടത്. അസംബ്ലി, ആ യെസ് യെസ് ഇവിടെ ഒരു അസംബ്ലി വേണം. എല്ലാ അധികാരങ്ങളോടും കൂടിയ അതെ 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 അധികാര വികേന്ദ്രീകരണം അതെ അതെ ജനങ്ങളിലേക്ക് ആയുള്ളത് വരണം. ഇപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററാണ് ഭരിക്കേണ്ടത്. ഓക്കെ ഓക്കെ. അഡ്മിനിസ്ട്രേറ്ററുടെ കീഴിലുള്ള ഭരണമാണ് മൊത്തത്തില്. പഞ്ചായത്തിന് കൊടുക്കുന്നില്ല. കൂടുതൽ അധികാരങ്ങളില്ലാത്ത പഞ്ചായത്താണ് ആ ഓക്കെ ഇപ്പൊ വന്നത്. ഇവിടെ കേരളത്തില് 3 ടയർ സിസ്റ്റം, നമുക്ക് 2 ടയർ ടു ടയർ സിസ്റ്റം. ആ ഓക്കെ ഓക്കെ. അതേതാ? ദ്വീപ് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും. ജില്ലാ പഞ്ചായത്ത്. ആ ആ ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദ്വീപും കൂടിയിട്ട് കൂടിയുള്ള പഞ്ചായത്ത്. അതിന്റെ ആസ്ഥാനം ഇവിടെ ആയിരുന്നു. ആസ്ഥാനം ഇവിടെയാണ്. മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കേണ്ടത്. ഓക്കെ. എന്നാ പറയും നിങ്ങളെ യാത്രയുടെ കഥ പറയും. ഞാൻ അത് കേൾക്കാനാണ് കാര്യമായിട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ യാത്ര പോകണമെന്ന് തോന്നിയത് എപ്പോഴാ? യാത്ര പോകണം തോന്നിയത് ഞങ്ങള് ഇപ്പൊ 2001 രൂപം കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങള് ചെറിയ ചെറിയ പിക്നിക് എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ പോകുന്നുണ്ട്. ഇവിടെ നാട്ടിൽ നിന്ന് പിക്നിക്കൊക്കെ പോകുന്നുണ്ട് ബസ്സില് തെക്കോട്ടും. ഞങ്ങളുടെ തെക്ക് ഭാഗത്തോട്ടും ഈ ചോറൊക്കെ ഇട്ട് വേകാനൊക്കെ ഒരു രസം, കടലിൽ കുളിക്കാനും വേണ്ടി ഞങ്ങളിങ്ങനെ പിക്നിക് പോകും. ഞങ്ങളുടെ മീറ്റിങ്ങുകളെല്ലാം തെക്ക് ഭാഗത്ത് സംഘടിപ്പിക്കും. അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ ആഗ്രഹം പറയും, ഒരിക്കലും നമുക്ക് കൊച്ചി വരെ ഒന്ന് പോയിട്ട് ഒരു പോയിട്ടൊരു സ്ഥലം കണ്ടിട്ട് വരാം എന്നുള്ള ആഗ്രഹം ഇവരെപ്പോഴും പ്രകടിപ്പിക്കും. എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ പ്രകടിപ്പിക്കും. അപ്പൊ ഞാൻ ഈ പഞ്ചായത്തും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടത്തിലുള്ളവർക്ക് അങ്ങനെ ഒരു കേരളം ഇല്ലാണ്ടൊരു സ്ഥലം ഇവരെ കണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്ന് കാണണം. അപ്പൊ ആഗ്രഹിച്ച് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും, പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല. പൈസ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് ഓരോരോ ഇതായിട്ട് നമുക്ക് പോകാൻ പറ്റാതില്ല. അങ്ങനെ ഇപ്പൊ എന്തായാലും പോയി കളയാം. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു, എന്തായാലും നമ്മൾക്കൊന്ന് പോയാലോ എന്നുള്ളത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോരോ അഭിപ്രായങ്ങള്. അപ്പൊ കേരളത്തിലോട്ടാണ് തീരുമാനിച്ചത്. മൂന്നാറ്, വയനാട് അങ്ങനെ പോകാൻ വേണ്ടിയായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നെ അപ്പൊ വേറൊരു കൂട്ടുകാർ നമ്മുടെ ഇവിടെ ഇങ്ങനെ ഉള്ള ആൾക്കാർ, കേരളത്തിലുള്ള കുറെ പയ്യൻസ് ഇവിടെ വന്നിരുന്നു. അപ്പൊ ഒരു ഇങ്ങനെ കാശ്മീരിന്റെ കഥയും അങ്ങനെ കുറെ കഥകളെല്ലാം ഭക്ഷണം കഴിക്കാമെന്ന് എല്ലാരും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ കാശ്മീരിലോട്ട് എങ്ങനെ എത്ര രൂപയൊക്കെ ആവുമെന്ന് ചോദിച്ചപ്പോൾ അപ്പൊ ഞങ്ങൾക്ക് ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഞങ്ങള് പറഞ്ഞു, അപ്പൊ കാശ്മീർ ആയാലോ, ഡൽഹി പോയിട്ട് കാശ്മീർ പോയാലാണ് നല്ലത്. കാരണം ഡൽഹി കണ്ടാലൊന്നും കാശ്മീർ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കാശ്മീരിലായാലോ എന്ന് എല്ലാവരും അഭിപ്രായം. പിന്നെ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നു. അങ്ങനെ ആർക്കും നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? കാശ്മീരിൽ പറയുമ്പോ ഒരുപാട് ദൂരൊക്കെ അല്ലേ? ഇല്ലല്ല, ഇവിടെ നിന്ന് അങ്ങനെ തോന്നിയില്ല. അവിടെ എത്തിയപ്പോഴാണ് തോന്നിയത്. ഭയങ്കര പേടിയായിരുന്നു. പിന്നെ നല്ല രസമായി. പിന്നെ പോയിട്ട് വരുമ്പോ ഒരുപാട് സന്തോഷായി, ഇഷ്ടായി. ഇപ്പൊ പോകാൻ തോന്നുന്നു. ആദ്യം വീണ്ടും പോകാൻ തോന്നുന്നുണ്ടല്ലേ? അതല്ല, ഈ കൊച്ചിയില് കപ്പലിന് പോയിട്ട് കൊച്ചിയിൽ എങ്ങനെ പോയത്? ഞങ്ങള് ഇവിടെ 26-ാം തീയതിക്കായിരുന്നു ഞങ്ങള് ട്രെയിൻ. ഡിസംബർ 26-ാം തീയതി ഞങ്ങള് കേറിയിട്ട് 28-ാം തീയതി ഡൽഹിയിൽ, 31-ാം തീയതിയാണ് ഞങ്ങള് ജമ്മു താവി പോയിട്ട് രാവിലെ ഒരു 5 മണിയാകുമ്പോ ജമ്മു താവി എത്തി. അവിടെ നിന്ന് ഒരു 8-8:30 ആയപ്പോൾ ഞങ്ങളെ ബസ് വന്നു. പിന്നെ ഞങ്ങള് ബസ്സിൽ കയറി ശ്രീനഗറിലോട്ട് ബസ്സിലാണ് പോയത്. ട്രെയിൻ ഇറങ്ങിയപ്പോ എന്തോ ഇത് പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുമ്പോ എന്തോ പറഞ്ഞല്ലോ. ഒരു ട്രെയിൻ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ ട്രെയിനിൽ കിടന്ന് ഉറങ്ങിപ്പോയി എല്ലാവരും. അപ്പൊ ട്രെയിൻ നേരത്തെ എത്തി. അപ്പൊ 6 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ ട്രെയിൻ 5 മണിക്ക് മുമ്പേ തന്നെ എത്തി. നേരത്തെ എത്തി. അപ്പൊ എല്ലാരും ഉറങ്ങിയോണ്ടു ട്രെയിൻ അവിടെ നിർത്തിയിട്ട് പിന്നെ അധികം സമയം എടുക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ട്രെയിൻ വിടേണ്ടതുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പൊ ഞങ്ങളെല്ലാരും ഇങ്ങനെ ചാടി ഇറങ്ങിയപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഇത്ത ഇങ്ങനെ വീണപ്പോ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ സഹായിച്ചു. അപ്പൊ ഇങ്ങനെ ട്രെയിനിന്റെ ഒരു ചെങ്ങല വലിച്ചപ്പോ അപ്പൊ ട്രെയിൻ നിന്നു. ശരി, നിങ്ങൾ ഇറങ്ങിയതിന് മുമ്പ് ട്രെയിൻ വിട്ടു? ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയില്ല, മെല്ലെ ഓടാൻ തുടങ്ങി. ആരാ ഇറങ്ങാത്തത്? ഞാനും ഇറങ്ങിയില്ല, 100 ഇറങ്ങിയില്ല, പിന്നെ ഇവിടെ ഇറങ്ങിയില്ല. ഞാനിറങ്ങി ഓടുമ്പോഴത്തേക്ക് ഇറങ്ങി. ഓടുമ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ചാടി ഇറങ്ങിയപ്പോ ഇങ്ങനെ എന്തോ വലിച്ച പോയി. കൂടെ ഉള്ള ഒരാൾ വന്ന് എന്നോട് ചാടണ്ട. പിന്നെ എന്റെ കയ്യിലുള്ള ബാഗ് അയാൾ വാങ്ങിച്ചു വരച്ചത്. പിന്നെ അയാൾ എന്നെ ചുമന്നെടുത്ത് നിപ്പിച്ച്. പിന്നെ കുറെ ഓടിയപ്പോഴാ 100 കൊണ്ട് വേറെ ഒരാള്.
അപ്പൊ വീണ അയാളെ രക്ഷിക്കാൻ പോയി. അവർ രണ്ടുപേരും നിലത്തോട്ട് വീണതുകൊണ്ട്. ഓ അല്ല ചെങ്ങല വലിച്ചതാരാ? ആ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ. ഓ അല്ല എന്നിട്ട് പിന്നെ ശ്രീനഗർ പോയി ബസ്സിന്? ബസ്സിന് ശ്രീനഗറിലോട്ട് പോയി. ഓക്കെ ഓക്കെ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു കാശ്മീരിൽ ആദ്യമായിട്ട് പോയ അനുഭവം? ഞങ്ങളെ ബസ്സിന്റെ ഓണർ ഉണ്ടല്ലോ, കാശ്മീരിലോട്ട് പോയ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യ. കാശ്മീരിലോട്ട് പോകുമ്പോ ഞങ്ങള് പിന്നെ വിചാരിച്ചു ഇങ്ങനെ കയറിയപ്പോ പറഞ്ഞ 6 മണിക്കൂർ. പിന്നെ ഒരു സ്ഥലത്തെത്തി ഞങ്ങൾ അവിടെ നിന്ന് ബാത്റൂമിലെല്ലാം പോയി ഭക്ഷണം കഴിച്ച്. അപ്പൊ ഞങ്ങള് പോയിട്ട് ഇങ്ങനെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ഇങ്ങനെ നമ്മുടെ ബസ്സിന്റെ താഴ്വാരത്തിൽ കൊണ്ട് നോക്കിയാല് ഞങ്ങളൊരു 2000 അടി മുകളിലാണ്. അപ്പൊ ഈ അരുവി കാണാൻ നല്ല രസമാണ്, ഒഴുകുന്നുണ്ട്. അത് ഫസ്റ്റ് മഞ്ഞ് കണ്ടത് എവിടെ വെച്ചിട്ടാ? ഫസ്റ്റ് മഞ്ഞ് കണ്ടത് ബനിഹാല അല്ല ശ്രീനഗർ. ശ്രീനഗർ എത്തുന്ന മുമ്പേ കണ്ടിട്ടുണ്ടാവും. അട്ടിയായിട്ട് മഞ്ഞ് കിടക്കുന്നു. അത് കാണുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? അപ്പൊ ഒരാള് ഇവിടെ അമ്മയും ഞാനും ഒരുമിച്ച് പറയും ഇയലിട്ടനെന്ന് പറയും. എന്താ ഇയലിട്ടന? ഞങ്ങളെ ഭാഷയിൽ പറയുന്നതാ. അതെന്താ ഈ അയ്യാന്ന് സാധനം ഇട്ടിട്ട് മഞ്ഞ് കട്ടയില്ല എങ്ങനെ ഇയലിട്ടന ഇവിടെ കൊണ്ട് ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കേറിക്കുമ്പോൾ മലയില് മേലോട്ട് ഇങ്ങനെ വീഴുമ്പോ തോന്നും നമുക്ക് ബസ്സിന്. ഡ്രൈവർ ഇങ്ങനെ പേടിയായി. പിന്നെ ഞങ്ങളെ സ്ഥലത്തൊക്കെ പറഞ്ഞിരുന്നിരുന്നു പേടിച്ച് രണ്ടുപേരും ഇങ്ങനെ കപ്പി പിടിച്ച്. മഞ്ഞിൽ ഇറങ്ങിയത് എവിടുന്നാ? ഇറങ്ങി ഒരു അതെവിടെയാ ഹോട്ടലെത്തി. കുറച്ച് ചായ കുടിക്കാം. അവിടെയാ കൂടുതൽ മഞ്ഞ് കണ്ടത്. ഒരാള് മരിച്ചറിഞ്ഞില്ലേ? അപ്പൊ ഇവരെ ഉമ്മച്ചി ഒന്നും കഴിച്ചില്ലായിരുന്നു. അപ്പൊ കഴിപ്പിച്ചിട്ട് കേറാന്ന് വിചാരിച്ചു. അവിടെ എത്തിയപ്പോ അവിടെ മഞ്ഞാണെന്നറിയും. അപ്പൊ അവിടെ ഇറങ്ങിയായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോഴാണ് നമുക്ക് മഞ്ഞ് കണ്ടത്. ദാലിലേക്കിലൊക്കെ പോയോ? ദാൽ ലേക്ക് ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ പോയത് ദാൽ ലേക്ക്. നിറയെ ഐസ് കട്ടയായിരുന്നു. ദാൽ ലേക്ക് മുഴുവൻ ഐസ് കട്ട ശേഷം അങ്ങനെ ഒരു മഞ്ഞുണ്ടായി. അത് നിങ്ങളെ ഭാഗ്യാണ്. അത് എപ്പോഴൊന്നും ഉണ്ടാവാറില്ല. ദാലിലേക്ക് ഇങ്ങനെ ഫ്രീസ് ആയി കിടക്കുക. കേറിയിരുന്നപ്പോഴുള്ളവർ തന്നെ ഐസ് കട്ട ഇങ്ങനെ പൊട്ടി കൊണ്ടുപോയത്. അതൊക്കെ ഭയങ്കര അനുഭവമായിരിക്കും. പള്ളിമുറ്റത്തിലത് ഭയങ്കര കട്ടയാഞ്ഞു. ഒരു കല്ലെടുത്ത് എങ്ങനെ എറിഞ്ഞപ്പോ കല്ലിങ്ങനെ ആണ്ട് പോകത്തില്ല. വേറെ എന്തൊക്കെയാണ് യാത്രയിലുണ്ടായ നല്ല അനുഭവം? ഞങ്ങള് ഹസ്രത്ത് ബാൽ പള്ളിയിൽ പോയി. ആപ്പിൾത്തോട്ടം കാണാൻ പോയി? ഇല്ല, നാളെ എവിടെയെന്നറിയോ പോയത്? ഗുൽമാർക്ക് പിന്നെ പറയണ്ടല്ലോ. അവിടെ ഞങ്ങള് ഇങ്ങനെ 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 ചുറ്റി കയറി മുകളിൽ പോയി, ഏറ്റവും മുകളിൽ പോയി. അവിടെ നീ കേബിൾ കാർ ഉണ്ടല്ലോ. ഗുണ്ടോല. മൊത്തം 10 ദിവസം അല്ലേ? 10 ദിവസം. തിരിച്ച് കൊച്ചിയിലെത്തിയിട്ട് ട്രെയിനിലെ 4 ദിവസം. ട്രെയിനിൽ 4 ദിവസം. താജ്മഹൽ കണ്ടോ? ആഗ്രയൊക്കെ പോയി? ഡൽഹി ആഗ്ര എല്ലാം പോയി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ലൊരു തീരുമാനം. ആപ്പിള് കേറി കുലുക്കി ഞങ്ങൾ കഴിച്ച് നല്ല ടേസ്റ്റുള്ള ആപ്പിൾ മരത്തിന് പോയി കയറിയ ഇവിടെ മോളും കേറി. നമ്മള് ആപ്പിളിന്റെ മരത്തിൽ നിന്ന് ആപ്പിള് പറിച്ച് കഴിച്ചാല് പിന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങുന്ന ആപ്പിൾ ഇഷ്ടമല്ല. അത് രണ്ടും ഭയങ്കര ഡിഫറെന്റ് ആണ്. നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. നല്ല വെള്ളം, വാട്ടർ കണ്ടന്റ് നല്ല ഉണ്ടാവും. ഇല്ലായിരുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടി പോണ്ടേ? അല്ല, ഒരു പ്രാവശ്യമല്ല, ഇനി പോയിക്കൊണ്ടിരിക്കണല്ലോ. ഇവിടെ തമിഴ്നാടുണ്ടല്ലോ, തമിഴ്നാട്, മൈസൂറ്, ബാംഗ്ലൂരു, അങ്ങനെയെല്ലാം ഒന്ന് ആഗ്രഹിക്കണ്ടേ? ഉംറക്ക് പോണമെന്നുണ്ട്. ഉംറക്ക് പോണമെന്നുണ്ട്. നടക്കട്ടെ, എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അല്ല, ഹോട്ടലിൽ നല്ല ബിസിനസ് ഉണ്ടോ? അത്യാവശ്യം അല്ലേ? എന്നാലും ബിസിനസിന് ഒരു ടൈം നമുക്ക് ജൂൺ ജൂലൈ എല്ലാം ആയാലും അത്ര ബിസിനസ് ഉണ്ടാകാം. മഴക്കാലം വന്നാലും അത്ര ഉണ്ടാവില്ല. ടൂറിസ്റ്റുകളും കുറവായിരിക്കും. കുറച്ച് ലാഭം ഉണ്ടാവും. ഓക്കെ. ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വരുമാനം അങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കുവോ? എങ്ങനെയാണിത്? അതോ മാസം ശമ്പളമായിട്ട് എടുക്കും? ശമ്പളമായിട്ട് എല്ലാരും ശമ്പളമായിട്ട്. ഞങ്ങൾ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്. അറ്റൻഡൻസ് ഇപ്പൊ ഇന്ന് വന്നില്ലെങ്കിലും അതിനകത്തവന് ആബ്സെന്റ്, വന്നവന് പ്രോഫിറ്റിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാ രേഖകളും, എഴുത്തുകുത്തുകളും എല്ലാം. ഈ കൂട്ടായ്മ എത്ര വർഷമായി? 2001 തുടങ്ങിയത് ഈ കൂട്ടായ്മ. ഞങ്ങള് ഹോട്ടലിൽ 2001 പേരെന്തായിരുന്നു ഗ്രൂപ്പിന്റെ? ഐക്യം. പേര് പോലെ തന്നെ ഇപ്പോഴും ഉണ്ടല്ലേ? പേര് പോലെ അന്ന് തിരഞ്ഞെടുത്താണ്. എന്റെ വീട്ടിൽ വെച്ചാണ് തുടങ്ങിയത്. എന്റെ വീടാണ് ഇതിന്റെ ഇപ്പുറത്ത്. ഇത് എന്റെ വീട് തന്നെയാണ്. അവിടെ വെച്ചാണ് ഈ സംഘടന രൂപം കൊണ്ടത്.
അപ്പൊ ഇതിലൊരു നല്ല ക്യാപ്റ്റൻ വേണമല്ലോ. അപ്പൊ ഞാൻ സംസാരിച്ചപ്പോൾ അയാൾ എന്നെ പിടിച്ച് ക്യാപ്റ്റനാണ്. ആദ്യത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു. പിന്നെ 2 വർഷം 5 വർഷം കൂടുമ്പോ ഞങ്ങള് മാറി മാറി വരും. എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടാവും. ആഴ്ച സമ്പാദ്യം സ്വരൂപിക്കും. അങ്ങനെ ഉണ്ടാവും. പൊതുവായിട്ടൊരു ഫണ്ടില്ലേ അത്. അതിൽ നിന്നാണ് ഞങ്ങൾ കുറച്ച് ഫണ്ട് സ്വരൂപിച്ചാണ് ഞങ്ങളെ സ്വന്തം ആരുടെയും ഒരു കാശില്ല, ഒരു ലോണും ഇല്ലാതെയാണ് ഞങ്ങൾ ഈ സംരംഭം ഹോട്ടലുണ്ടാക്കി. അന്ന് തൊട്ട് ഈ കൂട്ടായ്മ നിലനിന്ന് പോകുന്നുണ്ട്. ഇത് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായിട്ടാണ്. ഇതിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് കൂട്ടത്തിലും. അതാണ് സ്പിരിറ്റ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഇവരെ ഉമ്മ എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ രണ്ടുപേരും ഒരു വാർഡിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. വേറെ വേറെ ഇതായിട്ട് ഈ ഗ്രൂപ്പിൽ കോൺഗ്രസ്. അത് ശരി. ജയിച്ചേ? അവര് ജയിച്ചു. അന്ന് ഞാൻ തോറ്റു. നിങ്ങള് 4 ടേമില് 4 ടൈമില് ജയിച്ചിട്ടുണ്ട്. ഒരു ടൈമിൽ തോറ്റു. എന്നാലും ഒരു ഗ്രൂപ്പിൽ തന്നെ 2 സ്ഥാനാർത്ഥികൾ. വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇതുവരെ ഉണ്ടായില്ല. അപ്പൊ ഇന്ന് വരെ ഇവിടച്ചു സഹായിച്ച് ഞങ്ങൾ ഇതിലൊരു വിള്ളൽ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടോ, വേറെ ആൾക്കാര് പുറത്തുള്ള ആൾക്കാര് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ അത് സമ്മതിച്ചില്ല. അവര് വിജയിച്ചിട്ടില്ല. ഞങ്ങൾ വിജയിച്ച് ഞങ്ങളിപ്പോ ഹോട്ടലും ഉണ്ടാക്കി. ഇപ്പൊ ഞങ്ങളെ ആൾക്കാർക്ക് ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ മിനിമം അവരെ കുടുംബം അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള വരുമാനം കിട്ടുന്നു. എല്ലാ കാലത്തും ഈ ഒരു ഒരുമയോടെ മുന്നോട്ട് പോട്ടെ. ഈ ഇത് നിലനിന്ന് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ പ്രാർത്ഥനയിൽ ഞങ്ങളത് ഉണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടുന്നാണ് വിട്ടിട്ട് കാശ്മീരിലൊക്കെ പോയപ്പോ ഭക്ഷണമൊക്കെ എങ്ങനെ ശരിയായിരുന്നു? അവിടുന്ന് കിട്ടിയ ഭക്ഷണം? നമ്മുടെ ഭക്ഷണം ഇല്ലല്ലോ അവിടുത്തെ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല? ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും ചേരി നാട്ടിൽ പോയാൽ ചേരി കഴിക്കണം പറയുന്നേ, അതുപോലെ കഴിച്ചു. അങ്ങനെ കഴിച്ചു. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ അവിടുത്തെ? ഇവിടുന്ന് ഉള്ള ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം കഴിക്കാൻ ഏതാ? തേങ്ങാച്ചോറും മീൻ പൊരിച്ച. അതാണ് ഏറ്റവും ഇഷ്ടം? തേങ്ങാച്ചോറും മീൻ പൊരിച്ചത് അതാണ് ഏറ്റവും ഇഷ്ടം. നിങ്ങൾക്ക് അതന്നെ ആണോ? ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോ എന്താ ഉണ്ടാക്കുക? പെരുന്നാളൊക്കെ വരുമ്പോ ബിരിയാണി ഉണ്ടാക്കും, നെയ്ച്ചോറ് ഉണ്ടാക്കും, ബീഫെല്ലാം ഉണ്ടാക്കും. ഞങ്ങള് ഫ്രഷ് അന്നറുത്ത് മെയിൻ ബീഫ് ആവണം. ഞങ്ങൾക്ക് ഫ്രഷ് ബീഫ് ആവണം. അതാണ് പെരുന്നാൾക്ക്. ചിക്കൻ പെരുന്നാൾക്ക് ഇഷ്ടല്ല. ഇതിപ്പോ കൊടുക്കാൻ റെഡി ആയില്ലേ? ഇതിന് എത്രയാണ് പൈസ? 10 രൂപ ഒരെണ്ണം 10 രൂപ അല്ലേ? ഓക്കെ. ഇവര് നമുക്ക് വേണ്ടിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. ഇവര് തമ്മിൽ സംസാരിക്കുന്ന ഭാഷ ഒന്നും മനസ്സിലാവില്ല. ജസരി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും? അങ്ങനെ സംസാരിപ്പാനി ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങളെ ഭാഷ പറഞ്ഞ. പക്ഷെ ഇതൊക്കെ മനസ്സിലായി. ഇപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായി. ചില വാക്കുകളൊന്നും ഒരു ഐഡിയയും കിട്ടില്ല. അങ്ങനെ 2 പേരും 3 പേരും കൂടി പറയാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. വെക്കട്ടോ. എനിക്കിത് എന്താന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സംഭവം ആണോ? നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോ നമുക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോ ആണോ ശരിക്കും എന്നൊക്കെ ചോദിക്കൂല മലയാളത്തില്. അതിന് പകരം ഉള്ള നിൽക്കുക. സംഗതി ഉള്ളതാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം. പിന്നെ ഒരു വീഡിയോയില് ജസരി വേഴ്സസ് മലയാളം ഈ 2 ഭാഷയും സംസാരിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞു. നീ പോവാണ്? എവിടെ പോവാ? വീട്ടിൽ. ശരി. ഇവര് കാശ്മീരിൽ പോയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. എൻജോയ് ചെയ്തു എല്ലാ തരത്തിലും അല്ലേ? അടിപൊളിയായിരുന്നു. എന്നാ ഞാൻ പോട്ടെ. ഏത്? ഞാൻ ഇതില് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കാണ്. ഞാൻ അതില് കാണിച്ചു കൊടുത്തതാണ് ഇങ്ങനെ വീഡിയോയില്. പിന്നെ നോമ്പുറക്കം പിന്നെ വരാം. ഇന്ന് എന്റെ ഫ്രണ്ട് ഷുക്കൂർ അവിടെ നെയ്ച്ചോറും ചിക്കനൊക്കെ ഒരു ദിവസം വരാം. ഒരു ദിവസം വരാം. പക്ഷെ നിങ്ങൾ ഇന്നലെ തന്ന നോമ്പ് തന്നെ അടിപൊളിയായിരുന്നു. ഇത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എന്താ കളി? നല്ല കളിയാണല്ലോ. ഓ ഞാൻ പോയിക്കോട്ടെ എന്നാ. സന്തോഷം എല്ലാരെയും പരിചയപ്പെടാൻ പറ്റിയതൊക്കെ. എന്നാ ശരി. എവിടെ ആയാ എവിടെ പോയി? അപ്പൊ ശരി. ഇസ്ലാം കാണാം. വരാം.
അപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് അവരുടെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഭയങ്കര രസമാണ്, നല്ല എനർജിയാണ്. അവരോട് സംസാരിച്ചിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആളുകൾ ഇങ്ങനെയൊക്കെ ആവുന്നത് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സ്വന്തം നിലക്ക് അധ്വാനിച്ച് കാശുണ്ടാക്കിയിട്ട് യാത്ര പോകുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഇതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്, പന്തൽ റെസ്റ്റോറൻറ്റ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കവരത്തി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ ഈ പന്തൽ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടൊന്ന് ഫുഡ് കഴിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇതാ ഇവിടെ അവരുടെ മെനു ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ വന്നിട്ട് ഈ മെനു വായിച്ചപ്പോൾ ഇവിടെ എന്തോ ഒരു കൗതുകം തോന്നി. സാൻഡ്വിച്ചും റോളും ഒക്കെ ഉണ്ട്. അതിന് പുറമെ ഇതാണ്ടോ മീൻ ഉരുക്കിയത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഗുസ്തിക്കുരു, ഇത് കണ്ടിട്ടാണ് ഞാൻ കൗതുകം തോന്നിയത്. ഗുസ്തിക്കുരു അതെന്താണെന്നൊരു പിടിയില്ല, ഞാൻ ചോദിച്ചാൽ കേട്ടോ. ഈ ഗുസ്തിക്കുരു എന്താണെന്ന് അറിയാതെ പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങൾ ആ മെനുവിലുണ്ട് ഒരു ഗുസ്തിക്കുരു, അതെന്താ? അതിനാണ് ഗുസ്തിക്കുരു. അതെന്താ ആ പേര്? അതെന്താ അങ്ങനെ? ഓക്കെ, അപ്പം നമുക്ക് പോവാം. അവരെന്നെ നോമ്പ് പറഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ഷുക്കൂർ ഭായ് ഇന്ന് അവിടുന്ന് നോമ്പ് ഇറക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ വരുമ്പോൾ തന്നെ പുള്ളി ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പന്തലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അൽത്താഫ് ഭായ് വന്നു കേട്ടോ. വെറുതെ വന്നതാണ്. ഇപ്പോൾ സമയം ഒരു 5 മണിയാണ് സമയം. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന്. അതായത് ഇവരുടെ ശീലം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് വൈകുന്നേരം നോമ്പ് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു 1-2 മണിക്കൂർ സമയം വെറുതെ ബൈക്കിൽ ഇങ്ങനെ കറങ്ങുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ അതാ എൻ്റെ മുന്നിൽ, ഞങ്ങളുടെ മുമ്പിൽ പോകുന്ന ഈ ബൈക്കിലത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യത്തിന് പോകുമായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇവരൊക്കെ വെറുതെ ഇങ്ങനെ കാറ്റുകൊണ്ട് ഇങ്ങനെ പോവുക കേട്ടോ. അതായത് ചിലപ്പോൾ ചില ആൾക്കാർ ഫാമിലി ആയിട്ട് വൈഫായിട്ട് കുട്ടിയായിട്ടൊക്കെ പോകും, ചിലപ്പോൾ ചില ആൾക്കാർ കുട്ടികളായിട്ട് മാത്രം പോകും, ചില ആൾക്കാർ ഫ്രണ്ട്സായിട്ട് പോകും. എന്തായാലും വെറുതെ ഇങ്ങനെ ഈ ദ്വീപിൻ്റെ നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ട് അറ്റം വരെ പോയിട്ട് അവിടെ തിരിച്ച് ഹെലിപ്പാഡിൻ്റെ അവിടെ തിരിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഇത് തന്നെയാണ് പരിപാടി. അങ്ങനെ റൗണ്ട് ഡേ കഴിഞ്ഞിട്ട് അൽത്താഫ് പോയി. ഞാനിവിടെ വീട്ടിലെത്തിയപ്പോൾ നോമ്പ് തുറക്കാനുള്ള അത്യാവശ്യ സംഭവങ്ങളൊക്കെ ഷുക്കൂർ ഭായ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? നെയ്ച്ചോറ് അല്ലേ? നെയ്ച്ചോറ്, ചിക്കൻ കറി, ഫിഷ് ഫ്രൈ. ഇതെന്താണ്? ഇത് പഴംപൊരി ആയിട്ടാണ് തുടങ്ങിയത്. അവസാനം വേറെ പഴംപൊരി ആയിരുന്നോ? ഞാൻ പെട്ടെന്ന് മുട്ട ബജി ഷൈപ്പ്, പക്ഷെ തിന്നുമ്പോൾ മധുരമായതുകൊണ്ട് പഴംപൊരി പെടുത്താം. കാണുമ്പോൾ മുട്ട ബജി, തിന്നുമ്പോൾ പഴംപൊരി. യെസ്. പിന്നെ ചായ, പൊറോട്ട ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നാരങ്ങ വെള്ളമുണ്ട്. പിന്നെ നോമ്പ് തുറന്നായിട്ട് ഇപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞു. ഇപ്പം തന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്? ഒന്നിച്ചാണ്. ഓക്കെ. അപ്പോൾ എന്നാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ.